ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ടിപ്സ് എന്ന് വെച്ചാൽ പച്ചമുളക് വെച്ചിട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് പച്ചമുളകിൻ്റെ ഞെട്ടിങ്ങനെ പറിച്ച് മാറ്റണം. അപ്പോൾ ഒരു 3-4 പച്ചമുളക് മതി കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ടോട്ടൽ 3 ടിപ്സുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെ തുരത്താനുള്ള അടിപൊളി ടിപ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ആ ജാറിലേക്ക് ഈ പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സി ജാറിലേക്ക് ഇതിട്ടിട്ട് അപ്പോൾ ഒന്ന് മുറിച്ചിടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അലുത്ത് കിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് 2-3 കഷ്ണങ്ങളാക്കി നമ്മളൊരു പച്ചമുളകിന് ഇട്ട് കൊടുക്കുക. കത്തിക്ക് ഇച്ചിരി മൂർച്ച കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അരിഞ്ഞിട്ടാന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ച് പിടിച്ചരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല എരിവുള്ള പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇന്ന് ഉണ്ടാക്കുന്നതൊക്കെ ശരിക്കും സ്പ്രേ പോലത്തെ സംഭവങ്ങളാണ്. അങ്ങനെ മാത്രമേ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ നമുക്ക് തുരത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ പച്ചമുളകും ഈ മിക്സി ജാറിലേക്ക് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് ഈ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ നല്ല ഫ്രഷ് പച്ചമുളക് ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പല്ലി ചത്തൊന്നും പോവില്ല, പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ പരിസരത്ത് പല്ലി വരില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളക് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളിതിലേക്ക് എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ചൂടുവെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം കേട്ടോ, നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ്. നമ്മൾ നല്ല തിളച്ചാവി പറക്കുന്ന വെള്ളമാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് കുറച്ചൊരു സ്പ്രേ പോലെ മതി, അല്ലാണ്ട് കുറേ ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ. കാരണം ആ പച്ചമുളകിൻ്റെ സത്ത് ഫുള്ളായിട്ട് നമ്മുടെ വെള്ളത്തിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് അടുത്തൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇടികല്ല് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇടികല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടികല്ലാണ് എപ്പോഴും നല്ലത്. നമുക്കിത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമുക്ക് ഈ ഇടികല്ലിലേക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഇത് നെറ്റിനകത്തിരിക്കുന്നത് കൊണ്ട് ചീത്തയാവില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ നെറ്റിൽ തന്നെ അങ്ങ് വെച്ചേക്കുവാണ്. വെളുത്തുള്ളി ആയാലും ഉള്ളി ആയാലും ഒന്നും കേടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ അല്ലി വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ചതച്ചെടുക്കണേ. എന്ന് വെച്ചാൽ തോടൊന്നും കളയോ ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് നേരെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 അല്ലി എടുത്താൽ മതി. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി മോശമുള്ള വെളുത്തുള്ളി എടുത്താലും പ്രശ്നമൊന്നുമില്ല. ചെറിയ കേടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കും. ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ സ്മെല്ല് ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട സാധനം വിനാഗിരിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വിനാഗിരി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു അടപ്പോ ഒരു സ്പൂണോ ആ അളവിൽ മാത്രം വിനാഗിരി മതി കേട്ടോ. അല്ലാതെ കുറേ ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇത്രയും വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അരിച്ചൊക്കെ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വേസ്റ്റ് നിറയുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒരു പഴയ അരിപ്പേ നിങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ. ഉപയോഗിക്കാത്ത പാത്രങ്ങളെ എടുക്കാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, അതിൻ്റെ കളറൊക്കെ തന്നെ മാറി, നമ്മുടെ ആ ജ്യൂസിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇനി ഇതൊരു സ്പ്രേ ഒരു ബോട്ടിലേക്കോ ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെ നമുക്ക് തുരത്താൻ സാധിക്കും. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേ തരത്തിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ. രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഈസ്റ്റാണ് കേട്ടോ. നല്ല പാക്ക് ചെയ്തൊക്കെയാണ് കേട്ടോ ഈസ്റ്റ് വരുന്നത്. അപ്പോൾ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പുതിയ ഈസ്റ്റ് ബോട്ടിൽ പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ബോട്ടിൽ എങ്ങാനും മറിഞ്ഞു പോകുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല കവർ പാക്കിങ്ങിലാണ് വന്നത്. അപ്പോൾ ഈസ്റ്റ് ഒരല്പം നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ
വെള്ളം ചേർക്കണം. അപ്പോൾ നല്ല പോലെ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് അത് പെട്ടെന്ന് ഈസ്റ്റും വെള്ളവും കൂടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ മിക്സായി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ഈസ്റ്റ് അലിഞ്ഞ് വരും. അത് നല്ലൊരു കളറും ഉണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുകൊണ്ടോ കളറ് നല്ല രീതിയിൽ മാറുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിനകത്തോട്ട് ഒരടപ്പ് വിനെഗറാണ് ചേർക്കേണ്ടത്. ഒരടപ്പ് വിനെഗറേ ചേർക്കാവുള്ളൂ. കണ്ടോ ഇത്രയും വിനാഗിരി ഞാനിതിലോട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. ഒരല്പം മാത്രം മതി, ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കണം. നന്നായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അത് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുള്ളൂ. കണ്ടോ നല്ലതായിട്ട് ഇളക്കി. അതിൻ്റെ കളറ് തന്നെ കണ്ടോ എന്ത് രസമല്ലേ. അപ്പോൾ ഇനി നമ്മൾ ആ അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് പകർത്തണം. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്, ചില സമയത്ത് കർട്ടൻ സൈഡിലും ഡോർ സൈഡിലൊക്കെ നിറയെ ഉണ്ടാവും. അതിപ്പോൾ വീടിന് പുറത്തായാലും അകത്തായാലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കിച്ചണൊക്കെ തുടക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തളിച്ച് തുടയ്ക്കുവാണെങ്കിൽ കിച്ചണിലൊന്നും പല്ലിശല്യം ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ടും ടിപ്സുകളിലൊക്കെ ചൂടുള്ള വെള്ളം എടുക്കുന്നത് തന്നെ നല്ലത് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം മതി. അപ്പോൾ കുഞ്ഞു കഷ്ണം ഇഞ്ചി തൊലിയൊന്നും കളയാതെ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇഞ്ചി ഇങ്ങനെ ചതഞ്ഞ് കിട്ടണേ. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച ഇഞ്ചിയെ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ചൂടുവെള്ളം ആകുമ്പോൾ ഇഞ്ചിയുടെ സത്തൊക്കെ നന്നായിട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനി ഇഞ്ചി ഇട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ചെടുത്താലും ഒരു പ്രശ്നമില്ല. പിന്നെ കുറച്ച് ചെറിയ ചൂടിൽ മാത്രം നമ്മളിതൊക്കെ ചെയ്തെടുത്താൽ മതിയേ. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ പച്ചമുളകിൻ്റെ ക്രഷ് ചെയ്ത പച്ചമുളകാണ് കേട്ടോ. ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ വിക്സാണേ. അപ്പോൾ അത് മിക്സ് നമുക്ക് ഒരല്പം എടുത്തിട്ട് ഒരു സ്പൂണിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളൊരു തീപ്പട്ടിക്കമ്പിൽ അതിലെടുത്താൽ മതി. ഇതിലോട്ട് മുക്കി പിടിക്കുമ്പോൾ നന്നായിട്ട് ആ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ അത് മെൽറ്റാവട്ടെ. അത് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് മിക്സായി കിട്ടും കേട്ടോ. ഈ ഒരൊറ്റൊരു മിക്സും മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെ തുരത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ 3 ടിപ്സിൽ ഒരെണ്ണമെങ്കിലും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുമെന്ന കാര്യം ഷുവറാണ്. ഇതിനി അരിച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് കൊടുത്തിട്ട് ബോട്ടിലേക്ക് ആക്കി നമ്മൾ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് ഇത്രയും തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.